അസ്സലാമലൈക്കും. അപ്പം ഇന്ന് നേരം വെളുക്കുമ്പോൾ തന്നെ ഞാൻ ആദ്യം കുക്കർ അങ്ങോട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിക്ക് 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. 1 സ്പൂണ് വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പൊട്ടിപ്പൊരിയുമ്പോൾ ഒരു പൊടി വേപ്പിൻ്റെ ഇല അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റിലൊരു കറി ഉണ്ടാക്കുക, പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യുക. എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് 1.5 സ്പൂണ് മുളകും പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ട് ആ മസാലയുടെ പച്ചമണം പോവോളം നല്ലൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഞാൻ ഉള്ളി അരിഞ്ഞ് വെച്ചിരുന്നു, അതൊന്ന് കൈകൊണ്ട് ഇങ്ങോട്ട് നൊരടി കൊടുക്കുകയാണ് കേട്ടോ. എന്തായാലും ഞാൻ കുക്കർക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തുകൊണ്ട് ലേശം ഉപ്പും അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങോട്ട് ഇളക്കുകയാണ്. ഇതിലേക്ക് 2 കയ്യിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ചാൽ പറ്റില്ല. 2 കയ്യിൽ വെള്ളം ഒഴിച്ച് കൊടുത്തങ്ങാണ്ട് അങ്ങോട്ട് മൂടി വെക്കുക. ഉള്ളിയൊക്കെ ഒന്നുകൊണ്ട് ഒതുക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് തീയെ നല്ലോണം കൂട്ടി വെക്കുക. പിന്നെ ഇപ്പുറത്തെ അടുപ്പത്ത് ഞാൻ കുക്കറിൽ ചോറ് വെക്കണം. അതാ കുടുക്കയിൽ വെക്കുമ്പോൾ തന്നെ കേട്ടോ. കുക്കർ മൂടി വെച്ചിട്ടൊന്നുമില്ല, ഇതിലാകുമ്പോൾ തിളച്ചത് പോകില്ലല്ലോ. അപ്പോൾ അരി തീമട്ടപ്പോൾ തന്നെ 4 മുട്ട കഴുകാണ്ട് ഇതിലേക്ക് ഇട്ടു കേട്ടോ. 4 ഓരോന്ന് എടുക്കാലോ കരുതിങ്ങാണ്ട്. അങ്ങനെ അത് വെള്ളത്തിലിട്ടപ്പോൾ കുക്കർ 2 വിസിൽ അങ്ങോട്ട് അടിച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ തുറന്നു നോക്കിയിട്ട് അപ്പോൾ ഉള്ളിയൊക്കെ അതാ നല്ലോണം വാടിയിട്ടുണ്ട് കേട്ടോ. അപ്പത്തേന് ഞാൻ മുട്ട തോലൊഴിച്ച് പൊളിച്ച് വെച്ചിട്ടോ, പൊളിച്ചങ്ങാണ്ട് കറിയൊക്കെ ഇടാലോ വെച്ചിട്ട് ഇനി ഇതൊന്നുപാട് സെറ്റായി കിട്ടാണ്ട് ഈ മസാലയുടെ കളറൊക്കെ ഒന്നിങ്ങോട്ട് മാറി കിട്ടാനുണ്ട്. പിന്നെ ലേസീച്ച വെള്ളമുണ്ട്. വെള്ളപ്പത്തേക്ക് കറി നല്ലോണം ആവശ്യമില്ല കേട്ടോ. അപ്പോഴത്തേക്ക് ലേസം മല്ലിച്ചപ്പും പാടെ അങ്ങോട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റും പാടെ അടുപ്പത്ത് വെച്ചിക്കണം കേട്ടോ. അതിൻ്റെ ശേഷം ഇനി ഒന്ന് കാണിച്ചു തരാം. മസാലയുടെ കളറൊക്കെ മാറി മല്ലിച്ചപ്പിൻ്റെ സാലിനൊക്കെ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കറി ഇവിടെ സെറ്റായിട്ട് റോസ്റ്റാണ് കേട്ടോ. ഇനി വെള്ളപ്പാട്ടത്തേക്ക് കടി ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ 6 മണിക്ക് വെള്ളപ്പത്തിനുള്ള മാവ് അരച്ച് വെച്ചത് 7:15 കേട്ടോ ഞാൻ വെള്ളപ്പം ചുണ്ണ്. അപ്പം നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അത് ശരിയായില്ലെങ്കിൽ നമുക്ക് വല്ലാത്തൊരു ഇടങ്ങാറാണ്. ഇനി ഇത് ചുട്ടെടുക്കാൻ നമ്മൾ ആക്കത്തിന് ഇങ്ങനെ ചുട്ടെടുക്കണം. അപ്പം നല്ല ബബിൾസും കാര്യങ്ങളൊക്കെ വരുന്നു കണ്ടില്ല നിങ്ങൾ. ഇതിലേക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. മോന് കുറേ ദിവസമായിക്കും കേട്ടോ വെള്ളപ്പം വേണമെന്ന് ഇങ്ങനെ പറയുന്നു. ഇതിങ്ങനെ അടുപ്പത്തു നിന്ന് എടുത്തിട്ട് ഇങ്ങനെ ചൂടോടുക്കനെ തിന്നാൻ നല്ല രസമാണ്. എൻ്റെ ഇടയിൽ കൂടെ പിന്നെ ഉപ്പേരി ആയിട്ടും മീൻ പൊരിച്ചിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ശാലൂനില്ല ചോറ് പാത്രത്തിലാക്കാണ്. കേബേജ് ഉപ്പേരിയും പൈനാപ്പിൾ അച്ചാറും ആക്കിയിട്ടുണ്ട്. അങ്ങനെ ശാലുവിൻ്റെ കാര്യം ഇവിടെ സലാമത്തായിട്ടോ. എന്നിട്ട് ഞാൻ ഇന്നത്തെ വിഭവങ്ങളൊന്ന് കാണിച്ചു തരാം. അതാ മുട്ട റോസ്റ്റും മീൻ പൊരിച്ചിട്ടുണ്ട്, സമ്മന്തി അരച്ചിട്ടുണ്ട്, ചോറും 2 പാത്രത്തിൽ അങ്ങോട്ട് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ വെള്ളപ്പം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. പൂ പോലത്തെ വെള്ളപ്പം. അവസാനത്തെ 2 ലേശം വെളിച്ചെണ്ണ ഒഴിച്ചങ്ങാണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അതാണ് ഈ മുരിഞ്ഞങ്ങാണ്ട് കാണുന്നത്. ഇങ്ങനെ മുരിഞ്ഞാവണം എന്നുണ്ടെങ്കിൽ മാവിൽ ലേശം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പം ഇങ്ങനെ ആവും, അല്ലെങ്കിൽ ഇതുപോലെ ആവും കേട്ടോ. ഇനി ഞങ്ങൾ ചാട് ചമ്മ റെഡിയായി കാത്തിരിക്കുന്നുണ്ട്. ഷാലും മോനൊക്കെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഷാലൂന് റെഡിയാക്കി. അങ്ങനെ മോനൂന് 4 വെള്ളപ്പും അയക്കില്ല മുട്ട റോസ്റ്റും റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ 3 ആൾ ഇവിടെ ഇരുന്ന് ചായ കുടിക്കാണ്ട്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് മോന് പോയിട്ടോ. മോന് എന്തോ മറന്ന് വെച്ചിരുന്നു, അത് എടുക്കാൻ വരിക. അതൊക്കെ കഴിഞ്ഞിട്ട് 9 മണിയായപ്പോഴത്തേന് ഷാല് പോണു. ഷാല് പോകുമ്പോൾ മുടി വാർന്നിട്ടില്ല. അതിന് ഞാനൊന്നിങ്ങനെ മോനെ കളിയാക്കുകയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പണിക്കാർ വരുമ്പോഴത്തേന് ഞാൻ നനക്കാൻ പോവാണ് മക്കളെ. അപ്പം എൻ്റെ വീഡിയോ അത്രയ്ക്ക് തന്നെ കേട്ടോ. ഭയങ്കര തിരക്കും കാര്യങ്ങളും. ഇതാണ് സ്ഥിരമായി വീഡിയോ ഇടാത്തത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.